എല്ലാവർക്കും നമ്മുടെ സൈലം ബാങ്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 2025 വരാനിരിക്കുന്ന എല്ലാ ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസിന് വേണ്ടിയിട്ടും നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പറേഷനിലാണ്. നിങ്ങൾ ബേസ് ഒക്കെ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, മിസ് ഈ കൊല്ലം RB അസിസ്റ്റന്റ് വരുമോ? കഴിഞ്ഞ വർഷം RB അസിസ്റ്റന്റ് ഇല്ലായിരുന്നു, ഈ വർഷം RB അസിസ്റ്റന്റ് വരുമോ? ഇനി അതേപോലെ തന്നെ RBI ഗ്രേഡ് A എക്സാം എന്താണ്? ഗ്രേഡ് ബി എക്സാം ഉണ്ടാകുമോ ഈ കൊല്ലം? അതേപോലെ RB അസിസ്റ്റന്റിന്റെ സാലറി കൂടിയോ? വേജ് റിവിഷൻ നടന്നോ? ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കിയാലോ? യെസ്. അപ്പോ നമ്മള് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളൊരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കട്ടെ. നമ്മൾ കോഴിക്കോട് സൈലം ബാങ്കിങ്ങിന്റെ ഫ്രീ വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഓഫ്ലൈൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഒരു 1 ഡേ നമ്മളൊരു ഫ്രീ വർക്ക്ഷോപ്പ് നടത്തി. അത് കൂടാതെ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ ആദ്യത്തെ 5 ദിവസം ഫ്രീ ആയിരുന്നു. നമ്മൾ ഓഫ്ലൈനിലേക്ക് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മളുടെ അഡ്മിഷൻ ഇനിയും ക്ലോസ് ആയിട്ടില്ല. നിങ്ങൾക്ക് നമ്മുടെ വളരെ കുറച്ച് ക്ലാസ്സുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനിയും അഡ്മിഷൻ എടുക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴിക്കോടുള്ള വെസ്റ്റ് ഹിൽ ക്യാമ്പസിലാണ് നമ്മളുടെ സൈലം ബാങ്കിന്റെ ഓഫ്ലൈൻ ക്യാമ്പസ്. അപ്പൊ നമ്മൾ കോഴിക്കോട് വർക്ക്ഷോപ്പ് നടത്തിയപ്പോൾ ഒരുപാട് ആസ്പിറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ജില്ലകളിലൊന്നും നടത്തില്ലേ മിസ്സേ? യെസ്, നമ്മളിതേ ആദ്യമായിട്ട് തൃശ്ശൂരേക്ക് വരാൻ പോകുന്നു. തൃശ്ശൂര് ശക്തൻ ക്യാമ്പസിൽ വെച്ചിട്ടാണ്, സൈലത്തിന്റെ ശക്തൻ ക്യാമ്പസിൽ വെച്ചിട്ടാണ് നമ്മളുടെ സൈലം ബാങ്കിങ്ങിന്റെ വർക്ക്ഷോപ്പ് നടക്കുക. മെയ് 12-ാം തീയതിയാണ്. അപ്പൊ തൃശ്ശൂര് വരാൻ പറ്റുന്ന എല്ലാവരും, എറണാകുളത്തുള്ളവർക്കാണെങ്കിലും ഉറപ്പായിട്ടും തൃശ്ശൂരേക്ക് വരാം അല്ലെ? അപ്പോ നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളാം. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ഈ 2025 വരാനിരിക്കുന്ന RRB, അതേപോലെ തന്നെ IBPS എക്സാം, SBA എക്സാംസ് എല്ലാത്തിനും എങ്ങനെ തുടക്കം മുതൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ക്വാണ്ടും, റീസണിങ്ങും, ഇംഗ്ലീഷും, കറണ്ട് അഫേഴ്സും ഒക്കെ എങ്ങനെ പഠിക്കണം, സ്ട്രാറ്റജി എന്തായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബാങ്ക് എക്സാംസിന്റെ ഫീൽഡിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, ഞങ്ങൾ ബിഗിനർ ആണ്, ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ബാങ്ക് എക്സാംസിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എല്ലാത്തിനെയും പറ്റിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് നമ്മളോട് സംസാരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന്റെയും, ഇപ്പൊ റീസണിങ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, എങ്ങനെ പഠിക്കണം. ഇനിയിപ്പോ വരാൻ പോകുന്ന RRBക്ക് നമുക്ക് പ്രിലിംസിന് ക്വാണ്ടും റീസണിങ്ങും മാത്രമാണ് അല്ലെ? അപ്പൊ എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മളുടെ സൈലം ബാങ്കിങ്ങിന്റെ വർക്ക്ഷോപ്പിൽ. സോ ഒന്നും കൂടെ എല്ലാവർക്കും സ്വാഗതം. മറക്കണ്ട, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. നമ്മളുടെ RBI നടത്തുന്ന ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന, ഞാനിപ്പോ ഇവിടെ RBI അസിസ്റ്റന്റ് എഴുതിയിട്ടുണ്ട്, RBI ഗ്രേഡ് A എഴുതിയിട്ടുണ്ട്, RBI ഗ്രേഡ് B എഴുതിയിട്ടുണ്ട്. RBI ഗ്രേഡ് ബിയും RBI അസിസ്റ്റന്റും ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുള്ള പരീക്ഷയാണ്. RBI ഗ്രേഡ് A എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പൊ നേരത്തെ കഴിഞ്ഞ 2-3 വർഷമായിട്ടൊക്കെ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലും, അല്ലെങ്കിൽ 2-3 വർഷം കൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയാം. 3 അല്ല അതിനും കൂടുതൽ വർഷമായിട്ട് നമ്മൾ ഗ്രേഡ് A എക്സാമിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് RBIയുടെ ഗ്രേഡ് A എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല അല്ലെ? നമ്മൾ കേട്ടിട്ടുമില്ല. നമ്മുടെ നബാർഡിന്റെ എക്സാം, നബാർഡ് ഗ്രേഡ് A നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ RBIയുടെ ഗ്രേഡ് A എക്സാംസ് ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ അതെന്താണ്? അപ്പൊ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പം RBI ഗ്രേഡ് ബിയുടെ കാര്യം പറയാം. നമ്മൾ അത് പറഞ്ഞിട്ട് RBI അസിസ്റ്റന്റിലേക്കും RBI ഗ്രേഡ് Aയിലേക്കും വരാം. എന്താണ് RBI ഗ്രേഡ് ബി? കുറെ പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് RBI ഗ്രേഡ് ബി എന്ന് പറഞ്ഞാല്? നമ്മുടെ ഏറ്റവും പ്രീമിയം പോസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാംസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഗ്രേഡ് ബിനെ പറ്റിയിട്ട് പറയാറുണ്ട്. നമ്മുടെ ഏറ്റവും പ്രീമിയം പോസ്റ്റ് ആണ് അല്ലെ? ഒരു ബാങ്ക് എക്സാം ആസ്പിറന്റ് സ്വപ്നമാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ബാങ്ക് എക്സാമിന്റെ സിലബസിൽ നിന്ന് പക്ഷെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് പ്രിലിംസിന് സാധാരണഗതി നമുക്ക് 3 സബ്ജക്ട് മാത്രമാണുള്ളത്, ഇംഗ്ലീഷും ക്വാണ്ടും റീസണിങ്ങും. പക്ഷെ RBI ഗ്രേഡ് ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ട കറണ്ട് അഫേഴ്സ് കൂടെ പഠിക്കേണ്ടതായിട്ട് വരും. കറണ്ട് അഫേഴ്സ് എക്സ്ട്രാ വെയിറ്റേജ് ഉണ്ട്. 80 ക്വസ്റ്റ്യൻസ് 80 മാർക്ക് 25 മിനിറ്റ് ആണ്. റീസണിങ് 60 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റ്. ക്വാണ്ടും അതേപോലെ തന്നെ ഇംഗ്ലീഷിനും 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, രണ്ടിനും 25 മിനിറ്റ്സ് വീതം. അങ്ങനെ ടോട്ടൽ 200-ലാണ് നമ്മളുടെ RBI ഗ്രേഡ് ബിയുടെ പ്രിലിംസ് വരിക. അപ്പൊ ശരിക്കും നമുക്ക് സാധാരണ പ്രിലിംസിന് കറണ്ട് അഫേഴ്സ് ചോദിക്കാറില്ല, പക്ഷെ RBI ഗ്രേഡ് ബിയുടെ പ്രിലിംസിന് നമുക്ക് കറണ്ട് അഫേഴ്സ് ചോദിക്കാറുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫേഴ്സ് RBI ഗ്രേഡ് ബിക്ക്. ഓക്കെ, അപ്പം മെയിൻസിലേക്ക് വരുമ്പോഴോ
ഈ മെയിൻസിന് ചോദിക്കുന്നത് പ്രിലിംസിന് ചോദിച്ചെങ്കിൽ ഇനി മെയിൻസിൽ എന്തായിരിക്കും? നമ്മുടെ ബാങ്ക് എക്സാമിന്റെ സിലബസിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ഫിനാൻസ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ നമുക്ക് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ഈ രണ്ട് പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഞാനിത് ഓൾറെഡി നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ട് പേപ്പർ എക്സ്ട്രാ നമുക്ക് പഠിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് എക്സാമിന്റെ സിലബസ് അല്ല, പ്രിലിംസ് മാത്രമാണ് ബാങ്ക് എക്സാമിന്റെ സിലബസ്. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാമിനെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മളൊരു ബാങ്ക് എക്സാം ആസ്പിറന്റ് ആകുമ്പോൾ RBI ഗ്രേഡ് ബി അറിയാണ്ട് പോകരുത്. അപ്പൊ കുറെ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, ചുമ്മാ ഒന്ന് എഴുതി നോക്കണം അല്ലെ? RBI ഗ്രേഡ് ബിക്ക് നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ RBI ഗ്രേഡ് ബി സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ബാങ്ക് എക്സാംസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവര് ആദ്യം നന്നായിട്ട് ആ വിഷയങ്ങൾ നന്നായി പഠിക്കുക, എന്നിട്ട് ബാങ്കിൽ കയറുക. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? RBI ഗ്രേഡ് ബിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നടക്കുന്ന എക്സാമാണ്. അപ്പൊ ഈ കൊല്ലവും നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ കൊല്ലവും ആ ഒരു ജൂൺ ജൂലൈ ടൈമിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഉറപ്പായിട്ടും ഈ കൊല്ലവും RBI ഗ്രേഡ് ബി എക്സാം ഉണ്ടാകും. പിന്നെ എത്രത്തോളം വേക്കൻസി, അപ്പൊ നമുക്കറിയാം വളരെ ഇപ്പൊ ബാക്കിയുള്ള ബാങ്ക് എക്സാംസിന്റെ വേക്കൻസി വെച്ച് നോക്കുമ്പോൾ അത്രയും വേക്കൻസി ഉണ്ടാകാറില്ല. കാരണം ബ്രാഞ്ചസ് കുറവാണെന്ന് നമുക്കുള്ള കാര്യം ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രത്തും എറണാകുളത്തും മാത്രമാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വേക്കൻസി എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും നോട്ടിഫിക്കേഷൻ വരുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു എക്സാം പാറ്റേൺ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ ടയർ 2ലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാങ്ക് എക്സാമിന്റെ സിലബസ് അല്ല, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഉണ്ട്, ഫിനാൻസ് മാനേജ്മെന്റ് പേപ്പറും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. അപ്പൊ RBI അസിസ്റ്റന്റും RBI ഗ്രേഡ്. അപ്പൊ ആദ്യം RBI അസിസ്റ്റന്റ്, എല്ലാരും ചോദിക്കുന്നത് RBI അസിസ്റ്റന്റിനെ പറ്റിയിട്ടാണ്. ശരിക്കും നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് ഒരു ട്രെൻഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ RBI അസിസ്റ്റന്റ് ഓരോ വർഷവും ഇടവിട്ടാ വരുന്നത്. എല്ലാരും ചോദിക്കുന്നതിന്റെ റീസൺ, കഴിഞ്ഞ കൊല്ലം RBI അസിസ്റ്റന്റ് വന്നില്ല, അതായത് 2024 വന്നില്ല. അപ്പം 2025 വരില്ലേ? യെസ്, 2025 വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇനി എന്താണ് ഈ RBI ഗ്രേഡ്? ശരിക്കും പറഞ്ഞാൽ നമ്മള് നേരത്തെയൊക്കെ ഇപ്പൊ എല്ലാരും RBI അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള ക്ലറിക്കൽ പോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നേരത്തെയൊക്കെ RBI അസിസ്റ്റന്റ് ആയി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം അവിടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഗ്രേഡ് എക്ക് വേണ്ടിയിട്ട് എലിജിബിൾ ആകും. അപ്പൊ പണ്ട് ഗ്രേഡ് എ പോസ്റ്റ്, അതായത് അവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള RBIയിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ ആണ് ഗ്രേഡ് എ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം പണ്ടൊക്കെ, ഇപ്പൊ നേരത്തെ ഈ കൊല്ലത്തെ കാര്യമല്ല, കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന്റെ മുന്നിലത്തെ കൊല്ലമൊക്കെ നമ്മൾ അസിസ്റ്റന്റ് ആയിട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം നമ്മൾ അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗ്രേഡ് എ എക്സാം എഴുതാൻ നമ്മൾ എന്താവും? എലിജിബിൾ ആകും. അപ്പോൾ ഇന്റേണലി എക്സാം ഉണ്ട്, നമുക്ക് വെളിയിൽ നിന്നുള്ള എക്സാം അല്ല, RBIക്ക് അകത്ത് തന്നെ അസിസ്റ്റന്റ് ആയി കയറിയവർക്ക് വേണ്ടിയിട്ടുള്ള എക്സാം. അപ്പൊ അവിടെ നമ്മൾ എക്സാം ഉണ്ട്. ആ എക്സാം എഴുതിയതിന് ശേഷം നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാകും. ആ ഇന്റർവ്യൂ പാസ്സായി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഗ്രേഡ് എ ആകാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ PO എക്സാംസ് കിട്ടിയ ആസ്പിറൻസ് വരെ RBI അസിസ്റ്റന്റ് കിട്ടിയാൽ അതിൽ ജോയിൻ ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞ RBI അസിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ക്ലറിക്കൽ ജോബും POയുടെ സാലറി എന്ന് നമുക്ക് പറയാം. ഏറ്റവും കൂടുതൽ ക്ലറിക്കൽ ലെവലിൽ നമുക്ക് സാലറി കിട്ടുന്നതാണ് RBI അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3-3.5 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? RBI ഗ്രേഡ് എ ആകാൻ പറ്റും. അപ്പൊ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ RBIയുടെ വേജ് റിവിഷൻ നടന്നു. വേജ് റിവിഷൻ നടന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. RBI അസിസ്റ്റന്റിന്റെയും RBI ഗ്രേഡ് എ ആയിക്കോട്ടെ അല്ലെങ്കിൽ RBI ഗ്രേഡ് ബി ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും സാലറി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ RBI അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ ഒരു മന്ത്ലി നമുക്കൊരു 65+ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് സാലറി ഹൈക്ക് വന്നിരിക്കുന്നത്. ദെൻ RBI ഗ്രേഡ് ബിയുടെ കാര്യം പിന്നെ അറിയാലോ, നമ്മുടെ സാലറി ആണെങ്കിലും നമുക്ക് കിട്ടുന്ന അലവൻസസ് ആണെങ്കിലും അത്രയും ടോപ്പ് ലെവലാണ്. നമുക്കൊരു ആനുവൽ CTC എന്ന് പറയുന്നത് 37 lakhs ഒക്കെ നമുക്ക് പറയാം RBI ഗ്രേഡ് ബിയുടെ കാര്യം പറയുമ്പോൾ. അപ്പൊ ഗ്രേഡ് എ ആണെങ്കിലും അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് സാലറി പാക്കേജ് തന്നെയാണ് ഇത് മൂന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വേജ് റിവിഷന് ശേഷം 3ന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്? സാലറി കൂടിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇനി ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു കാര്യം നടന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു 3 വർഷം കൊണ്ടാണ് ഗ്രേഡ് എ ആകാം. പക്ഷെ ഇടയ്ക്ക് ഇപ്പൊ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നു. അതായത് ഇപ്പം ഇനി 3 കൊല്ലത്തിന് ശേഷം നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, മിനിമം 5 years വേണം എന്നാണ് പറയുന്നത്. അതായത് RBI അസിസ്റ്റന്റ് ആയി കയറി കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പറഞ്ഞു 3 വർഷത്തെ കേസാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആ 3 വർഷം കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്ന? RBI ഗ്രേഡ് എ ആകാൻ പറ്റുക. നമുക്ക് അവിടെ ഇന്റേണൽ എക്സാം ഉണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ശേഷം. പക്ഷെ ഇനി 3 വർഷത്തിന് ശേഷം ആയിരിക്കില്ല, 5 വർഷത്തിന് ശേഷമായിരിക്കും എന്നാണ് ഇപ്പൊ പുതിയ മാറ്റം വന്നിരിക്കുന്നത്.
ആദ്യം അത് 10 വർഷം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് ചർച്ചയൊക്കെ ചെയ്ത്, കാരണം 10 വർഷം എന്ന് പറയുമ്പോൾ തന്നെ RBI അസിസ്റ്റന്റിന്റെ കരിയർ ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ കുറയല്ലേ ചെയ്യാം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ RBI അസിസ്റ്റന്റ് ആയിട്ട് കയറിയവർക്കുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതിന് മാറ്റം വന്നു. അപ്പം 10 വർഷമല്ല, ഇനിയിപ്പം 5 വർഷം വേണ്ടി വരും. RBI അസിസ്റ്റന്റ് ആയി കയറിയവർക്ക് RBI ഗ്രേഡ് എ ആകാൻ എലിജിബിൾ ആകുന്നത് 5 വർഷത്തിന് ശേഷമായിരിക്കും. ഇതേപോലെ തന്നെ പിന്നീട് അവിടെ ഇന്റേണൽ എക്സാം, അപ്പം വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കും ഇന്റേണൽ എക്സാമും ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് 5 വർഷത്തിന് ശേഷമേ ഗ്രേഡ് എ ആകാൻ പറ്റൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒക്കെ കഴിയുമ്പോൾ ഒരു 5-5.5-6 വർഷമാകും. അപ്പൊ ഇതിനിടയിൽ ഉറപ്പായിട്ടും RBIക്ക് എന്ത് വേണ്ടി വരും? ഗ്രേഡ് എ പോസ്റ്റിലേക്ക് ആളെ ആവശ്യമുണ്ട്. അപ്പൊ കുറെ നാളായിട്ട് RBI ഗ്രേഡ് എ പോസ്റ്റിലേക്ക് വിളിക്കുന്നില്ലായിരുന്നു, അതായത് പുറത്തുനിന്ന് റിക്രൂട്ട്മെന്റ് എക്സാം നടത്തി ആയിരുന്നില്ല എടുക്കുന്നത്. പക്ഷെ ഇനിയും തൊട്ട് RBI ഗ്രേഡ് എയുടെ നോട്ടിഫിക്കേഷനും വരും എന്നാണ് നമുക്ക് RBIയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ചിലരെ ചോദിക്കും എന്താണ് ഗ്രേഡ് എയുടെ എക്സാം പാറ്റേൺ, എന്താണ്? ഓൾമോസ്റ്റ് ഗ്രേഡ് ബിയുടെ സെയിം പാറ്റേൺ ആണോ, എന്താണ് കാര്യം എന്നൊക്കെ നമുക്ക് അപ്ഡേറ്റ് കിട്ടുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പൊ എന്നത്തേക്ക് RBI അസിസ്റ്റന്റും ഗ്രേഡ് എയുടെയും നോട്ടിഫിക്കേഷൻ വരും എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള അടുത്തൊരു ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മള് ഇപ്പൊ RBI അസിസ്റ്റന്റിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളിപ്പം നിങ്ങൾ ശരിക്കും തിരക്കിട്ട് ഇപ്പൊ പഠിക്കുന്നത് RRBക്ക് വേണ്ടിയിട്ടായിരിക്കത്തില്ലേ? റീജിയണൽ റൂറൽ ബാങ്ക് എക്സാം, അതായത് കേരള ഗ്രാമീൺ ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് PO പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ ഇപ്പൊ പഠിക്കുക. അതിന്റെ സിലബസും RBI അസിസ്റ്റന്റിന്റെ സിലബസും വേറെയാണോ? ഒറ്റ സിലബസ് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് ഈ കൊല്ലം നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗ്രേഡ് എ പോസ്റ്റിലേക്കും വരും എന്ന് തന്നെയാണ്. എന്ന് വേണമെങ്കിലും വരാം, ഇന്ന് തൊട്ട് മുന്നോട്ടുള്ള ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരുവോ എന്ന് ചിന്തിച്ചിരുന്ന സമയം കളയുന്ന സമയത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്തൂടെ? ഇതെല്ലാം സെപ്പറേറ്റ് സിലബസ് അല്ല അല്ലെ? ഗ്രേഡയുടെ കാര്യം വന്നിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ RBI അസിസ്റ്റന്റിന് സെയിം സിലബസ് തന്നെയല്ല നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളുടെ റീസണിങ്, അതേപോലെ തന്നെ ക്വാണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് സെയിം നമ്മളുടെ ബാങ്ക് എക്സാമിന്റെ പാറ്റേൺ തന്നെയല്ലേ? റീസണിങ് 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, QA 35 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ 1 അവർ ആണ് നമ്മളുടെ എക്സാം. പ്രിലിംസ് മെയിൻസിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ നമുക്ക് ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്. അപ്പൊ ശരിക്കും നമ്മൾ RRBക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് RBI അസിസ്റ്റന്റിനും യൂസ്ഫുൾ ആയിരിക്കത്തില്ലേ? സോ ഉറപ്പായിട്ടും നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്കത് RBIയുടെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ ഇനി എന്ന് വരും, ഇന്ന് വരുമോ നാളെ വരുമോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ചിന്തിച്ച് അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് പഠിച്ചാൽ മതി. ഉറപ്പായിട്ടും വരുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാത്തിനും ഒരേ സിലബസ് അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന് ഇപ്പൊ ഇനി വരുമോ ഇല്ലയോ എന്ന് ഉറപ്പുണ്ടോ ഇല്ലയോ? എന്തായാലും നമുക്ക് RRB എക്സാം ജൂലൈ 27 അല്ലെ? ഓഗസ്റ്റ് തൊട്ട് പിന്നെ അങ്ങോട്ട് എക്സാം സീസൺ ആണ്. അത് കഴിയുമ്പോൾ IBPS ക്ലർക്ക്, IBPS PO, അതിന്റെ ഇടയിൽ SBI വരുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. SBI ക്ലർക്ക്, SBI PO, ഇത് കൂടാതെ ഇൻഷുറൻസ് എക്സാം, ഇതിനെല്ലാം ഒറ്റ സിലബസാ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ബാങ്ക് എക്സാംസിന്റെ എല്ലാത്തിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഒറ്റ സിലബസും ഒരുപാട് പരീക്ഷകളുമാണ്. അപ്പൊ അത് ഞാൻ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അത് നന്നായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഉറപ്പായിട്ടും ഇതുവരെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവര് ഇന്നോട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യില്ലേ? എങ്ങനെ പഠിക്കണം? ഇപ്പൊ RRBക്ക് തന്നെ എങ്ങനെ പഠിക്കണം? ഈ RRBക്ക് പഠിക്കുന്നത് തന്നെ നമുക്ക് മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും എന്താണ് യൂസ്ഫുൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഒരു കാര്യം കൂടെ പഠിച്ചോട്ടെ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ പഠിക്കും, RRB POയ്ക്ക് എങ്ങനെ പഠിക്കും, ബേസ് ഒക്കെ എങ്ങനെ കവർ ചെയ്യും. ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര ദിവസം തൊട്ട് നിങ്ങളുടെ ബേസ് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിക്കും ആ ബേസ് ഒക്കെ എങ്ങനെ പഠിക്കും? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ RRB PO ആൻഡ് ക്ലർക്ക് റാങ്കേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, RRB POയ്ക്ക് ക്ലർക്ക് കഴിയുമ്പോൾ വേറെ ഒന്നിനും നമുക്ക് സപ്പോർട്ട് ഉണ്ടാകില്ലേ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെല്ലാത്തിനും ഒറ്റ സിലബസാ അല്ലെ? RRB POയ്ക്കും RRB ക്ലർക്കിനും പഠിക്കുന്ന അതേ സിലബസ് ആണ്. POയും ക്ലർക്കും വരുമ്പോൾ POയ്ക്ക് ക്വസ്റ്റ്യൻ ഇച്ചിരി ലെവൽ കൂടുതലായിരിക്കും, ക്ലർക്കിന് ഇച്ചിരി ലെവൽ കുറവായിരിക്കും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ക്ലാസ് മെയ് 14 സ്റ്റാർട്ട് ആകും. നിങ്ങൾക്ക് നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കൊഹോട്ട് ബാങ്കിങ് കൊഹോട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നമ്മളുടെ ബാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബേസ് മുതലായിരിക്കും ക്ലാസ്. നമ്മളുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ ബാച്ച് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ചാണ്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? യെസ്, നമ്മളുടെ അടുത്ത ബേസ് തൊട്ടുള്ള ബാച്ചാണ്. നമ്മൾ ഒന്നും അറിയാത്ത, നിങ്ങളിപ്പോ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ബാങ്ക് എക്സാംസിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല,
നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബേസ് ടു അഡ്വാൻസ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോവുക. പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. 100% പ്രിലിംസ് ആൻഡ് മെയിൻസ് കവറേജ് ആണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? നമ്മൾ ഓരോ ടോപ്പിക്സിനും സെപ്പറേറ്റ് DPP ഉണ്ടായിരിക്കും. ഇത് നമ്മൾ പ്രിലിംസ് 1 റൗണ്ട് നമ്മൾ കവർ ചെയ്തതിന് ശേഷം ഡെയിലി ടാർഗറ്റ് നിങ്ങൾക്ക് തരും. ഇത്ര 35 ക്വസ്റ്റ്യൻസിന്റെ സെറ്റ്, അത് ക്വാണ്ട് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഡെയിലി പ്രാക്ടീസ് സെറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ നമ്മളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി. ഇത് നമ്മളുടെ ബേസ് തൊട്ടുള്ള ഓൺലൈൻ ബാച്ചിന്റെ കാര്യമാണ്. ഇത് കൂടാതെ നമുക്കൊരു റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ട്. അത് പറഞ്ഞിട്ട് ഓഫ്ലൈനിലേക്ക് വരാമേ. നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് നമ്മൾ ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ബേസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ എനിക്ക് പ്രിലിംസ് കിട്ടുന്നില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എനിക്ക് സ്പീഡ് എത്തുന്നില്ല. എനിക്ക് പ്രിലിംസ് കിട്ടുന്നില്ല, മെയിൻസ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാർക്കുകൾക്കാണ് എനിക്ക് പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മളുടെ ക്ലാസ്സസ് എല്ലാം, അത് റിപ്പീറ്റേഴ്സ് ബാച്ച് ആയിക്കോട്ടെ, RRBPOയുടെ ബാച്ച് ആയിക്കോട്ടെ, എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്. ഈ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും മാക്സിമം നിങ്ങൾ ലൈവിൽ വരാൻ ശ്രമിക്കുക. ഇപ്പോൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ലൈവിൽ വരാൻ പറ്റില്ല, പക്ഷെ അതാത് ദിവസം റെക്കോർഡഡ് സെഷൻസ് കണ്ട്, അതായത് ലൈവിന്റെ റെക്കോർഡഡ് സെഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ നിങ്ങളോട് ഇന്ററാക്ട് ചെയ്ത് കഴിവതും നമ്മളൊരു ഓഫ്ലൈൻ എഫക്റ്റ് കൊണ്ടുവന്ന് പഠിപ്പിക്കാനാണ് എപ്പോഴും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ശ്രമിക്കാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിലും ഇതേപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണ്ടേ? നമ്മൾ ക്ലാസ്സിൽ ടൈമർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസിനുള്ളത്, അതായത് ഇത്ര ക്വാണ്ട, ഇത്ര റീസണിങ്, ഇത്ര ഇംഗ്ലീഷ്, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള മെറ്റീരിയൽസ്, ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കേഴ്സ് റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒട്ടും ബേസ് ഇല്ല, ടോപ്പിക്സ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ RRBPO ആൻഡ് ക്ലർക്കിന്റെ റാങ്കേഴ്സ് ബാച്ച്. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ പറഞ്ഞത് ഓൺലൈൻ ബാച്ചിന്റെ കാര്യമാണ്. അപ്പോൾ ഓഫ്ലൈനിലേക്ക് വന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഓഫ്ലൈനിലേക്ക് നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മളൊരു റെഗുലർ ബാച്ച്, അതായത് ബേസ് തൊട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ക്ലാസ്സസേ ആയിട്ടുള്ളൂ. നമ്മൾ ആദ്യത്തെ 5 ദിവസം ഫ്രീ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻസ്, ഇപ്പോഴും ഒരുപാട് ആസ്പിറൻസ് നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഓഫ്ലൈനായി നമ്മളുടെ കൂടെ പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളരെ വേഗത്തിൽ ജോയിൻ ചെയ്യുക. രണ്ടാമത് ജോയിൻ ചെയ്തവർക്ക് നമ്മൾ മിസ്സായി പോയ ക്ലാസ്സസ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും വളരെ കുറച്ച് ക്ലാസ്സസ് മാത്രമേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ബേസ് ബാച്ച്, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ബാങ്കേഴ്സ് റിപ്പീറ്റർ ബാച്ച് ഇപ്പോൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തില്ലേ, ഓഫ്ലൈനിൽ വരുന്നില്ലേ? ഉറപ്പായിട്ടും ജൂൺ 2nd വീക്ക് നമ്മൾ ഓഫ്ലൈനിലും ബാങ്ക് റിപ്പീറ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആൻഡ് കൺസേൺസ് ഉണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ ഇതിന് താഴെ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. സോ എന്ത് ഡൗട്ട് ആൻഡ് കൺസേൺ ഉണ്ടെങ്കിലും ഇതിന് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ ഒന്നും മറക്കണ്ട, ഏറ്റവും വലിയൊരു കാര്യം പഠിക്കുക എന്നുള്ളതാണ്. സോ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് അവസരങ്ങൾ ഈ 2025 നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് മിസ്സാക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നമ്മൾ ഇവിടെ സൈലം ബാങ്കിങ് റെഡിയാണ്. അപ്പോൾ വർക്ക്ഷോപ്പിന്റെ കാര്യം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.